ഹലോ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ന്യൂക്ലിയർ ഫോഴ്സസിനെ പറ്റിയിട്ടാണ്. നമ്മൾ രണ്ട് ടൈപ്പിലുള്ള ന്യൂക്ലിയർ ഫോഴ്സാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള അവസ്ഥകൾ എന്താണ്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ആളുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഞാനപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, നിങ്ങൾക്കറിയാവുന്നതായതുകൊണ്ട്. സോ നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് പാർട്ടിക്കിൾസ്, ന്യൂക്ലിയസ് ഇത്രയും സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള കാരണം ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണുണ്ട്, ന്യൂട്രോണുണ്ട്. ഈ പാർട്ടിക്കിളിൻ്റെ ഇൻട്രാക്ഷൻസാണ് അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം. ഓക്കെ, പ്രോട്ടോൺ റിപ്പൾഷനേക്കാൾ കൂടുതൽ ന്യൂട്രോൺ അട്രാക്ഷൻ, കാരണം ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ അട്രാക്ഷൻ, പ്രോട്ടോൺ അട്രാക്ഷൻസ് ആൻഡ് സം കൈൻഡ് ഓഫ് പ്രോട്ടോൺ അട്രാക്ഷൻസ്. ഈ മൂന്ന് അട്രാക്റ്റീവ് ഫോഴ്സ് കാരണമായിട്ടാണ് ന്യൂക്ലിയസ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. സോ എന്താണ് ഇപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ന്യൂക്ലിയർ ഫോഴ്സ് മീൻസ് these are the attractive forces which bind the nucleus together bind the nucleons together in a nucleus. Okay, it is referred to as nuclear force. Here the attractive force of neutron proton and proton attractive forces which is very much greater than that of repulsive force. Hence the nucleus therefore the nucleus is withstand as stable. Okay, അപ്പം ഈ ന്യൂക്ലിയോൺസിൻ്റെ അതായത് ന്യൂക്ലിയസ് ന്യൂട്രോണും പ്രോട്ടോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് എന്താണ്? ശരിക്കും അതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസ് അല്ല. കാരണം ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്തൊരു പാർട്ടിക്കിളാണ് അല്ലേ. ചാർജ്ലെസ് പാർട്ടിക്കിൾ ആകുമ്പോൾ എങ്ങനെയാണ് അവിടെ ഒരു പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വരിക? അപ്പം നമുക്ക് പറയാം ന്യൂക്ലിയോൺസ്, നമ്മൾ ജനറലായിട്ട് ന്യൂട്രോൺസ് എന്നല്ല പറയുന്നത്, ന്യൂക്ലിയോൺസ്, അതായത് പ്രോട്ടോണിനെ ന്യൂട്രോണിനെ ചേർത്ത് പറയുകയാണ്. ന്യൂക്ലിയോൺ അട്രാക്ഷൻ. വിച്ച് ആർ ദ ന്യൂക്ലിയോൺ അട്രാക്ഷൻ? Nucleon means neutron or neutron proton or even proton interactions. Okay, these three interactions are simply referred to as nucleon interaction because nucleons are the particles which is present in the nucleus. Okay, what are the particles present in nucleus? That is neutron and proton. So we say that nucleon attractive forces are non-electrostatic in nature and hence they are short range forces. Okay, അപ്പം ഈ ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ല, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ളൊരു അട്രാക്റ്റീവ് ഫോഴ്സ് അല്ല, അതൊരു ലോങ് റേഞ്ചിലേക്ക് നമുക്ക് കിട്ടത്തുമില്ല. സോ ദ ന്യൂക്ലിയർ ഫോഴ്സസ് വിച്ച് ആർ വെരി ഷോർട്ട് റേഞ്ച് ഫോഴ്സസ്, ചോദിക്കുമ്പോൾ എഴുതണം. ഒന്നാമത്തെ പോയിൻ്റ് എന്താണ്? ഇറ്റ് ഈസ് വെരി ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് and it is operating within a short distance about 1 to 3 Fermi meter. 1 to 3 FM. ഏത് FM? 96 അല്ല, ഇതേതാണ്? ഫെർമി മീറ്റർ. എത്രയാണ് ഒരു ഫെർമി മീറ്ററിന്? എത്ര മീറ്ററാണ്? 10⁻⁻15 മീറ്റർ. ഓക്കെ, സോ ഇത്രയും ചെറിയ ഒരു അട്രാക്റ്റീവ് ഫോഴ്സസ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇറ്റ് ഈസ് നോട്ട് എ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, അപ്പം ഇവിടെ രണ്ട് തിയറിയാണ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഇതുമായിട്ട് ഇൻവോൾവ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് നമുക്ക് പറയാം ഏതാണ്? മീസോൺ എക്സ്ചേഞ്ച് തിയറിയാണ്. സോ ഫസ്റ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസോൺ എക്സ്ചേഞ്ച് തിയറി. സോ മീസോൺ എക്സ്ചേഞ്ച് തിയറിയാണ്. അതായത് ഈ ഒരു തിയറി പ്രകാരം interactions occurs between two nucleons by the transfer of a certain amount of particle. എന്താണ്? ഇൻട്രാക്ഷൻസ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ടു ന്യൂക്ലിയസ്. ഇപ്പം രണ്ട് ന്യൂക്ലിയസുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നു. എ എന്ന് പറയുന്നൊരു ന്യൂക്ലിയസും ബി എന്ന് പറയുന്നൊരു ന്യൂക്ലിയസും ഇൻട്രാക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ന്യൂക്ലിയസ് അല്ല, ന്യൂക്ലിയോൺസ് ഇൻട്രാക്ട് ചെയ്തിരിക്കുക. രണ്ട് ന്യൂക്ലിയോൺസ് ഇൻട്രാക്ട് ചെയ്യും. ന്യൂക്ലിയസ് വേണ്ട, ന്യൂക്ലിയോൺസിനെ പറ്റി പഠിക്കല്ലേ. ന്യൂക്ലിയോൺസ് ഇൻട്രാക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു ന്യൂട്രോണും പ്രോട്ടോണും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നു. സോ ഈ രണ്ട് പാർട്ടിക്കിളും കൂടി ഇൻട്രാക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുമ്പം നമുക്കിങ്ങനെ ഇടാം, ന്യൂട്രോണും പ്രോട്ടോണും കൂടി കൂടിച്ചേരുന്നു, ഇൻട്രാക്ഷൻ ആക്കും. അപ്പോൾ നമുക്ക് പറയാം ദ ഇൻട്രാക്ഷൻസ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ടു ന്യൂക്ലിയോൺസ് ബൈ, എങ്ങനെയാണ് ഇവർ രണ്ടാളും ഇൻട്രാക്ഷൻ നടത്തുക? ബൈ ട്രാൻസ്ഫർ ഓഫ് സർട്ടൺ പാർട്ടിക്കിൾ. ദാറ്റ് പാർട്ടിക്കിൾസ് ഈസ് കോൾഡ്, ഇവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പം ചില പാർട്ടിക്കിളിന് ഇത് ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് എന്താണ്?
pions or pymosones. That particles are called what? Pions or pymosones. Pymosones. Hence we call it as മീസോൺ. കണ്ടോ? മീസോൺ, പൈമീസോൺ, പയോൺസ് ഓർ പൈമിസോൺ. അപ്പം രണ്ട് ന്യൂക്ലിയൈ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പം ദർ ഷുഡ് എക്സ്ചേഞ്ച് പയോൺസ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് വാട്ട്? പയോൺസ് എക്സ്ചേഞ്ച് തിയറി. കണ്ടോ? അത്രയേ ഉള്ളൂ പറയുന്നത്. ഇതൊരു ജപ്പാനീസ് സയൻറ്റിസ്റ്റാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, സോ അദ്ദേഹം പയോൺസിനെ പയോൺസ് എന്ന് റെപ്രസെൻ്റ് ചെയ്തു. നോക്കുമ്പോൾ ദർ ആർ 3 types ഓഫ് പയോൺസ്. ദാറ്റ് ഈസ് പോസിറ്റീവ് പയോൺസ്, നെഗറ്റീവ് പയോൺസ് ആൻഡ് ന്യൂട്രൽ പയോൺസ്. 3 ടൈപ്പിലുള്ള പയോൺസുകളാണുള്ളത്. നെഗറ്റീവ് പയോൺസ്, പോസിറ്റീവ് പയോൺസ് ആൻഡ് ന്യൂട്രൽ പയോൺസ്. ഇങ്ങനെ 3 ടൈപ്പിലുള്ള പയോൺസാണ് ജനറലായിട്ട് ഉള്ളത്. ഇതിൽ പോസിറ്റീവ് പയോൺ, നെഗറ്റീവ് പയോൺ, ന്യൂട്രൽ പയോൺ, ഇതിൻ്റെ മാസ് എത്രയാണെന്നറിയാം നിങ്ങൾക്ക്? ഇറ്റ്സ് ദ മാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് പയോൺസ് ആൻഡ് നെഗറ്റീവ് പയോൺസ് വിച്ച് കണ്ടെയ്നിങ് ദ 273 times ദാറ്റ് ഓഫ് മാസ് ഓഫ് ദാറ്റ് ഓഫ് ഇലക്ട്രോൺസ്. കണ്ടോ? ഇലക്ട്രോൺസിനേക്കാൾ 173 times മാസ്. ഇലക്ട്രോൺ വളരെ മാസ് കുറവാണ്, പയോൺസിന് കുറച്ചൊരു മാസ് ഉണ്ട് എന്നർത്ഥം. 173 times മാസ്സാണ് പയോൺസ് ഉള്ളത്. ന്യൂട്രൽ പയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് കുറവാണ്, 264 times ദ മാസ് ഓഫ് ദാറ്റ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് പയോൺസിൻ്റെ ഇൻട്രാക്ഷൻസ് നടക്കുന്നതെന്ന്. നമുക്ക് നോക്കാം. വെൻ ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ ഇൻട്രാക്റ്റഡ്. ഓക്കെ, when neutrons and protons were interacted. ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കി. ന്യൂട്രോൺ ആകുമ്പോൾ നമുക്ക് ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ല എന്നറിയാം. പക്ഷേ ഇവിടെ ന്യൂട്രോൺ ആകുമ്പോൾ ന്യൂട്രോൺ ടു പ്രോട്ടോൺ ഇൻട്രാക്ഷൻസ് വി നോ സംതിങ് ഓർ certain particle or certain particle or ray or materials which is emitted or exchanged from the nucleus. That particles is called what? Pions or pymosones. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം ഇവിടെ പറയുന്ന ഈ പയോൺസ് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യുന്നതല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ്, ഇവിടെ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ എന്നാണ്. പക്ഷേ ന്യൂട്രോൺ ടു പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കുമ്പോൾ ന്യൂട്രോണിൽ നിന്നായതുകൊണ്ട് നെഗറ്റീവ് പയോൺസ് ആയിരിക്കും ലിമിറ്റ് ചെയ്തത്. അങ്ങനെ ഓർത്ത് വെക്കണേ, മറന്നു പോകരുത്. ഇങ്ങനെ ഓർക്കേണ്ടത്, ന്യൂട്രോൺ ടു പ്രോട്ടോൺ ട്രാൻസ്മിഷൻ പറയുമ്പം ഇവിടെ പോകുന്നത് നെഗറ്റീവ് പയോൺസ് ആണ് എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ന്യൂട്രോൺ ടു പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കുമ്പോൾ നെഗറ്റീവ് പയോൺസ് എലിമിനേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സംവാട്ട് പ്രോട്ടോൺ ടു ന്യൂട്രോൺ എക്സ്ചേഞ്ച്. ഓക്കെ, ഇനി പ്രോട്ടോൺ ടു ന്യൂട്രോൺ ട്രാൻസിഷനാണ് നടക്കുന്നതെങ്കിലോ, സപ്പോസ് പ്രോട്ടോൺ ടു ന്യൂട്രോൺ ട്രാൻസിഷൻ നടക്കുന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? പ്രോട്ടോൺ ടു ന്യൂട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പം ഇതിനിടയിൽ ചില പാർട്ടിക്കിൾ പയോൺസ് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ നടക്കുന്ന പിയിൽ നിന്നായതുകൊണ്ട് പോസിറ്റീവ് പയോൺസ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. അതിൻ്റെ ഫലമായിട്ട് എന്താകും? N to P എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യും. ഓക്കെ, ഇനി പ്രോട്ടോൺ ടു പ്രോട്ടോൺ ഓർ ന്യൂട്രോൺ ടു ന്യൂട്രോൺ അങ്ങനെയുള്ള ട്രാൻസിഷനാണ് നടക്കുന്നതെങ്കിൽ ഇവിടെ എന്താ ഫോം ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? പ്രോട്ടോൺ ടു പ്രോട്ടോൺ ഓർ ന്യൂട്രോൺ ടു ന്യൂട്രോൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്ത് ഈ ട്രാൻസിഷൻ നടക്കുമ്പോൾ പോകുന്നത് ന്യൂട്രൽ പയോൺസ് ആയിരിക്കും. So it involves proton to proton transition or neutron to neutron transition. So this is called what? Meson exchange theory. ഇതാണ് മീസോൺ എക്സ്ചേഞ്ച് തിയറി. സിമ്പിൾ തിയറി അല്ലേ? സിമ്പിളാണ്, ഒന്നുമില്ല, വളരെ സിമ്പിൾ തിയറിയാണ് മീസോൺ എക്സ്ചേഞ്ച് തിയറി. സോ നെക്സ്റ്റ് വൺ, ന്യൂക്ലിയർ ഫ്ലൂയിഡ് തിയറി. രണ്ടാമത്തെ തിയറിയാണ് ന്യൂക്ലിയർ ഫ്ലൂയിഡ് തിയറി. ന്യൂക്ലിയർ ഫ്ലൂയിഡ് തിയറി. ഓക്കെ, എന്താ ഈ ന്യൂക്ലിയർ ഫ്ലൂയിഡ് തിയറിയിൽ പറയുന്നത്? നമുക്കറിയാം, ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ന്യൂക്ലിയസ്. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂട്രോൺസും പ്രോട്ടോൺസും, ഈ രണ്ട് സാധനം, ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് വിച്ച് ഈസ് ആക്ച്വലി പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ് ആസ് ഫ്ലൂയിഡ് വിത്ത് ഹൈ ഡെൻസിറ്റി. ഇതെങ്ങനെയാണ് ന്യൂക്ലിയസിനകത്ത് കാണുന്ന ഒരു ഫ്ലൂയിഡ് പോലെയാണ്. ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോൺസ് നിൽക്കുന്ന ഒരു ഫ്ലൂയിഡ് പോലെയാണ്. അതിന് ഹൈ ഡെൻസിറ്റിയാണുള്ളത്. ഹൈ ഡെൻസിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് 130 trillion tons per meter cube. അത്രയും ഡെൻസിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം യൂണിഫോമായിട്ട് ഇൻവേരിയൻ്റായിട്ട് ഒരാറ്റത്തിൽ നിന്ന് വേറൊരു ആറ്റത്തിലേക്ക് പോകുമ്പോൾ ഇത് യൂണിഫോം ആയിരിക്കും, ഇൻവേരിയൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്ത്? അതിൻ്റെ ന്യൂക്ലിയോൺസ് ഫ്ലൂയിഡ് ആയിരിക്കും. ഓക്കെ, ന്യൂക്ലിയോൺസ് ഫ്ലൂയിഡ് ആയിട്ടാണ് നിൽക്കുന്നത്, ഹൈ ഡിസ്കസ് ഫ്ലൂയിഡ് ആയിട്ട് നിൽക്കുകയാണ്.
അപ്പം ഇതിന് സർഫസ് ടെൻഷൻ, ഈ ഫ്ലൂയിഡിൻ്റെ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആണ്. ഇറ്റ് ഈസ് അബൌട്ട് 9.3 ഇൻറ്റു 10⁻19 ന്യൂട്ടൺ പെർ മീറ്റർ. ഇത്രയും ഹയർ ഡെൻസിറ്റി സർഫസ് ടെൻഷനാണ്. അപ്പോൾ സർഫസ് ടെൻഷൻ കൂടുമ്പോൾ നിങ്ങൾക്കറിയാം, സർഫസ് ടെൻഷൻ കൂടി കഴിയുമ്പം ലിക്വിഡ്സൊക്കെ എങ്ങനെ ആവാനാണ് ശ്രമിക്കുക, സ്പെറിക്കൽ ഷേപ്പിലേക്ക് വരാനാണ് ശ്രമിക്കുക. അതുകൊണ്ടാണ് ന്യൂക്ലിയസും സ്പെറിക്കൽ ഷേപ്പിലേക്കാണ് ഉള്ളത്. ന്യൂക്ലിയസും ഒരു റൗണ്ട് അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പായിട്ടാണ് കാണപ്പെടുന്നത്. അതിൻ്റെ കാരണം ന്യൂക്ലിയർ ഫ്ലൂയിഡ് തിയറി ആണെന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദ 2 ബേസിക്സ് തിയറി ടു ഇമ്പാർട്ട് ഓർ ടു എക്സ്പ്ലെയിൻ ദ nuclear forces. So first one is Meson exchange theory, another one is nuclear fluid theory. Okay, now next we are discussing the nuclear fission and nuclear fusion. Okay, നിങ്ങളിത് 11th or 12th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും ഒക്കെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാകും. സോ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മ മറിച്ച് നോക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു.